സ്നേഹമുള്ളവരെ, പ്രത്യാശയുടെ തിരുനാളാണ് ഉയർപ്പെന്നുള്ളത്. ക്രിസ്തു ജീവിച്ചത് മുഴുവൻ പ്രത്യാശയുടെ ബലത്തിലായിരുന്നു. പല ഇടങ്ങളിലായിട്ട് അവൻ്റെ കുരിശിനെക്കുറിച്ചും സഹനങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പോഴും പ്രവചിക്കുമ്പോഴെല്ലാം അതൊക്കെ അവൻ അവസാനിപ്പിച്ചത് മൂന്നാം ദിവസം തൻ്റെ പിതാവ് തന്നെ ഉയർപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ മൂന്നാമത്തെ ദിവസത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് കർത്താവ് ജീവിച്ചതും ദൈവ പദ്ധതികൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് അനുസരണത്തോളം മരണത്തോളം വിധേയനായിട്ട് ജീവിച്ചത്. അതുകൊണ്ട് തന്നെ ഉയർപ്പെന്നുള്ളത് ഈ പ്രത്യാശയുടെ തിരുനാളാണ്. എനിക്ക് വേണ്ടി ഒരു ദൈവം ഉണ്ടെന്നുള്ളതും ആ ദൈവം എനിക്ക് വേണ്ടി ഇടപെടുമെന്നുള്ളതും എൻ്റെ ദുഃഖവെള്ളികളും സങ്കടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും നിരാശകളും എന്നേക്കുമായിട്ട് നീണ്ടു പോവില്ല. ഒരു മൂന്നാം ദിവസത്തിൽ ദൈവം എനിക്ക് ഉയർപ്പ് നൽകുമെന്നുള്ള ഒരാളുടെ ഉറപ്പും ബോധ്യവുമാണ് അയാളുടെ പ്രത്യാശ എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഉയർപ്പ് എന്ന അനുഭവവും. പ്രത്യാശയോടുകൂടി മഹത്വത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുക. കുരിശിൻ്റെ വഴികളിലൂടെ നടക്കുമ്പോൾ അതാണ് ജീവിതം എന്ന് ചിന്തിക്കാതെ അതിൽ നിരാശപ്പെട്ടു പോവാതെ പ്രത്യാശയോടുകൂടി ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടിയിട്ട് കാത്തിരിക്കാനായിട്ട് സാധിക്കുക. ആ കാത്തിരിപ്പിൽ വിശ്വാസം ജീവിക്കുക, ദൈവത്തിന് വിധേയമായിട്ട് അനുസരണത്തോടുകൂടി ജീവിക്കുക. അതൊക്കെ ഉയർപ്പായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഉയർപ്പിക്കപ്പെടുക എന്നുള്ളതിനർത്ഥം പ്രത്യാശയോടുകൂടി മഹത്വത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. പ്രത്യാശ നമുക്ക് കൈമോശം വരാതിരിക്കട്ടെ. എല്ലാ രാവും ഒരിക്കൽ അവസാനിക്കും, പ്രഭാതം ഉദയം ചെയ്യും. എല്ലാ സങ്കടങ്ങളും ഒരിക്കൽ മാറ്റപ്പെടും, എനിക്ക് സന്തോഷം ലഭിക്കും. മരണത്തിൽ നിന്ന് ഞാൻ ജീവനിലേക്ക് പ്രവേശിക്കും എന്നുള്ള ബോധ്യമാണ് ഉയർപ്പെന്നുള്ളത്. ആ ബോധ്യങ്ങൾ നമ്മളിൽ രൂപപ്പെടട്ടെ. ആ പ്രത്യാശ നമ്മളെ ബലപ്പെടുത്തട്ടെ. മഹത്വത്തോടുകൂടി ഉയർപ്പിലേക്ക് പ്രവേശിക്കുവാനായിട്ട് തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ. എല്ലാവർക്കും ഉയർപ്പിൻ്റെ സകല തിരുനാൾ മംഗളങ്ങളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.